ഗായ്സ്, ഞങ്ങളിന്ന് അതിരപ്പള്ളിക്ക് പോവാണ്. അമ്മ അച്ഛൻ ഇതുവരെ അതിരപ്പള്ളി കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളിന്ന് അതിരപ്പള്ളി പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അമ്മ അച്ഛൻ. അമ്മ കാലത്ത് തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 70 കിലോമീറ്ററോളം ഉള്ളോ നമുക്ക് അതിരപ്പള്ളിക്ക്. അതുകൊണ്ട് നമ്മുടെ സ്വന്തം വാഹനമായിട്ടുള്ള ഓട്ടോറിക്ഷയിലാണ് നമ്മളിന്ന് അതിരപ്പള്ളിക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകാം. ഓക്കെ, കാലത്ത് നേരത്തെ എൻ്റെതാണ്. ക്ഷീണം വല്ലതുണ്ടോ? കാലത്ത് നേരത്തെ എൻ്റെ കാരണം അവിടെ ഇവിടെ നടക്കാനുണ്ട്. ഓക്കെ നമുക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീട് പൂട്ടിയിട്ട് നമ്മൾ ഇറങ്ങാണ്. നമ്മുടെ വീടിന് തൊട്ടപ്പുറത്തായിട്ട് 2 മയിൽ വന്നിരിക്കുന്നു. നോക്കിയേ, ഒരു ആൺമയിലും ഒരു പെൺമയിലാണ് വന്നിട്ടുള്ളത്. ഞാൻ സൂം ചെയ്ത് നോക്കട്ടെ കേട്ടോ. അതെ, ഇത് ആൺമയിൽ, ഇത് പെൺമയിൽ. ഇതൊരു നല്ലൊരു സൂചനയാണ്. യാത്ര അടിപൊളിയായിരിക്കും. നോക്കിയേ ഗൈസ്, അമ്മ നോക്കിയേ, മയിലൂടെ മയിൽ ഒരു അതിശീലല്ലോ അമ്മയ്ക്ക്. എന്താ അമ്മ മുമ്പ് കണ്ടുണ്ടോ മയിലിനൂടെ? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? ഞാൻ കേട്ടില്ലല്ലേ. അതെ, അച്ഛൻ ഓട്ടെടുക്കാൻ പോവാണ്. റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ വാഹനത്തിലാണ് നമ്മളിന്ന് അതിരപ്പള്ളിക്ക് പറക്കാൻ പോകുന്നത്. അമ്മ, നമ്മൾ അതിരപ്പള്ളിക്ക് പോവാണ്. ഓക്കേ, കം ഓൺ. നമ്മൾ അതിരപ്പള്ളിക്ക് പോവാണ്. ഇത് തിരിക്കുകയാണ് വണ്ടി. ഗൈസ്, അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ അതിരപ്പള്ളിക്ക് പോവാണ്. വണ്ടി എടുത്തോ. പോവാ. കം ഓൺ. ഗൈസ്, നമ്മൾ അതിരപ്പള്ളിക്ക് തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമ്മ, അതിരപ്പള്ളി പോയിട്ട് സന്തോഷത്തിലാണോ? ഹാപ്പി? നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് നമ്മൾ. എന്നിട്ട് ഇതുവരെ ഏറ്റവും ലൈഫിൽ ഇവർ രണ്ടാളും അതിരപ്പള്ളി കണ്ടിട്ടില്ലാന്ന്. ഞാൻ പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒപ്പൊക്കെ പോയിട്ടുണ്ട്. അച്ഛനമ്മ ഇതുവരെ കണ്ടിട്ടില്ലാന്ന്. അത് കേട്ടപ്പോഴാണ് ഇപ്പോൾ മഴയത്ത് എല്ലാവരും അതിരപ്പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു ട്രെൻഡാണ്. ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ നമ്മൾ വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ടുള്ള ട്രെൻഡ് പോലെ തന്നെ ഇപ്പോൾ അതിരപ്പള്ളിക്ക് പോകുന്നത് ഒരു ട്രെൻഡാണ് അല്ലേ? അപ്പോൾ ആ ട്രെൻഡ് അനുസരിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് നമ്മുടെ സ്വന്തം പുഴ കേട്ടോ, കരൂന്നൂർ പുഴ. വീടിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ ഇവിടേക്ക് 50 മീറ്റർ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ പുഴ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ പുഴയൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് ഇപ്പോൾ അതിരപ്പള്ളി കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറയണത്. ഗൈസ്, എന്തായാലും അതിരപ്പള്ളി പോണ വരയ്ക്കും എൻ്റെ സ്വന്തം ഗ്രാമമായിട്ടുള്ള എട്ടുമന ദേശം, അതിൻ്റെ വർണ്ണ ഭംഗിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമ്പൽ സമൃദ്ധി വെള്ളത്തിൻ്റെ നാടാണ്. ഓ ഗൈസ്, ഒരു പട്ടി വട്ടന്നു. അമ്മ പറയുന്നത് അതിരപ്പള്ളിയേക്കാൾ നല്ല 8 മണിയാണെന്ന് പറയുന്നത്. നമ്മുടെ സ്വന്തം 8 മണി സെൻറ്റർ. ഇതാണ് 8 മണി സെൻറ്റർ കേട്ടോ. നമുക്ക് വോയിസിലിപ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. വണ്ടി ഡീസൽ വണ്ടിയാണ്, അതിൻ്റേതായിട്ടുള്ള. ഇത് നമ്മൾ 8 മണി സെൻറ്റർ. നമ്മൾ യാത്ര തിരിക്കുകയാണ്. നമ്മൾ ഈ 8 മണി സെൻറ്റർ വഴി രാജയിലേക്ക് കിടക്കും. രാജയിൽ നിന്ന് വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് വഴിയിൽ നിറച്ച് വെള്ളം കെട്ടിയെടുക്കുന്നുണ്ട്. പണ്ട് കാലങ്ങളിലൊന്നും ഇങ്ങനെ ഇവിടേക്ക് അധികം വെള്ളം വരാറില്ല. റോഡിലൊന്നും ഇങ്ങനെ വെള്ളം ഉണ്ടാവാറില്ല. ഇപ്പോൾ ഈ 2018 പ്രളയത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ ഭാഗങ്ങൾക്കൊക്കെ വെള്ളം കയറി തുടങ്ങിയത്. മുമ്പ് എൻ്റെ ഓർമ്മയിൽ കേട്ടോ, അച്ഛൻ്റെ ഓർമ്മയിൽ വെള്ളം കയറാറുണ്ട്. ഈ ഭാഗത്തും കയറാറില്ല. നമ്മളാ വീടിനോടെങ്കിലും വെള്ളം കയറാറില്ല. ആദ്യമായിട്ട് 2018 അതെ. കണ്ടില്ലേ നമ്മളവിടുത്തെ പുഴകൾ? നമുക്കിവിടെ ഒരുപാട് ഇങ്ങനെ പുഴകൾ, പാലങ്ങൾ ഇങ്ങനെ കുറേ ഉണ്ട്. എൻ്റെ നാടായോട് പറയുന്നതല്ലേ, നല്ല ഭംഗിയുള്ള നല്ല സ്ഥലമാണ് എട്ടുമല. കരുവന്നൂരാണ്. കരുവന്നൂർ ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാം. അവിടുത്തെ ഒരു ഗ്രാമമാണ് നമ്മുടെ എട്ടുമല. അപ്പോൾ അതിലേക്ക് കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ എട്ടുമലയിലാണ് എൻ്റെ ഭവനം, എല്ലാവർക്കും അറിയാലോ. ഓക്കെ, എട്ടുമലയുടെ ഒരു ഭാഗമാണ് രാജ. ആ രാജാൻ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഇപ്പോൾ വർഷങ്ങളായി ഈ റോഡ് ഇങ്ങനെ പൊളിച്ചിട്ടുള്ളത്. ഇങ്ങനെ റോഡ് ഇങ്ങനെ പണിയുണ്ട്, പൊളിക്കുന്നുണ്ട്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതാണ് വിശ്വപ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ സ്വന്തം ആറാട്ടുപുഴ. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. അതായത് പൂരമായിട്ടുള്ള തൃശ്ശൂർ പൂരം
അതിന് മുകളിൽ ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരു പൂരമാണ് ഇവിടുത്തെ ആറാട്ടുപുഴ പൂരം. അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആനകൾ അണിനിരക്കണ ഒരു ഉത്സവം, അതായത് ഒരു പൂരമാണ് ആറാട്ടുപുഴ പൂരം. അതായത് നമ്മുടെ സ്വന്തം നാട്ടിലാണ് ആറാട്ടുപുഴ. അപ്പോൾ ഈ വഴിയാണ് നമ്മളിപ്പോൾ അതിരപ്പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഇതാണ് നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള ആറാട്ടുപുഴ ടെമ്പിള്. എവിടെയാ സ്ഥലം? തൊട്ടിപ്പാള്. ആറാട്ടുപുഴ ഉണ്ട്, തൊട്ടിപ്പാള് എത്തിയിട്ടുണ്ട്. നമ്മ ഇനി ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേട്ട വഴിയൊക്കെയാണ്, ഒരു ചെറിയൊരു വഴി കൂടിയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിരപ്പള്ളി പോകുന്ന വഴികൾ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള വഴികളാണ്. നമ്മുടെ കരുവന്നപ്പുഴ എല്ലാം കരുവന്നപ്പുഴ തന്നെയാണ് ഇവിടുത്തെ. ഇത് മുളങ്ങ പാലം. നല്ല വഴിയാണ്, നല്ല സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യാത്രകളൊക്കെ അടിപൊളിയായിട്ട് പോകണം. നമ്മളൊരു റെയിൽവേ ഗേറ്റ്, അതായത് പുതുക്കാട്, എന്നാണ് പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങളിപ്പോൾ ഈ വഴിയാണ് നമ്മൾ അതിരപ്പള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ആ റെയിൽവേ ക്രോസാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മ, അതായത് അച്ഛനമ്മയും ഇതുവരെ ലൈഫിൽ ഇതുവരെയായിട്ടും രണ്ടാളും അതിരപ്പള്ളി കണ്ടിട്ടില്ല. പക്ഷേ ടി വിയിലൊക്കെ കുറേ വട്ടം അതിരപ്പള്ളി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ അതിരപ്പള്ളി എന്താണ് മനസ്സിൽ തോന്നുന്നത്? അതിരപ്പള്ളി എങ്ങനെയായിരിക്കും എന്നാണ് നമുക്ക് കരുതുന്നത്? ഇപ്പോൾ ഉറക്കെ പറ. അതിരപ്പള്ളി തോന്നുന്നത് നിറയെ കാട്, പിന്നെ മരങ്ങള്, അതിന്റെ ഇടയിൽ കൂടെ അരുവികൾ പോണം. അപ്പൊ അതിരപ്പള്ളിയിൽ അരുവികളാണമ്മ, അല്ലാണ്ട് കാട്, മല, അരുവി. അപ്പൊ ഡോറയുടെ പരിപാടി പറയണ പോലെ അപ്പൊ അങ്ങനെയാണ് കരുതണല്ലോ. അപ്പൊ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, അതറിയില്ല നമുക്ക്. വെള്ളച്ചാട്ടം കുന്നിന്റെ മുകളിൽ നിന്ന് വെള്ളച്ചാട്ടം ഉണ്ട്, ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് അമ്മ മനസ്സിൽ പറയുന്നത്. അപ്പൊ അതിരപ്പള്ളിയെ പറ്റിയിട്ട് അമ്മക്ക് ഇത്രയ്ക്ക് അറിയാമല്ലോ. ഇപ്പൊ നമ്മൾ പുതുക്കാട് സെന്റർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് റൈറ്റിലേക്കാണ് അതിരപ്പള്ളിയിലോട്ട് പോകേണ്ട വഴി. റോഡൊക്കെ അടിപൊളിയാണ് ഇവിടെ. ഇപ്പോൾ പുതുക്കാട് കഴിഞ്ഞിട്ട് നമ്മൾ ചാലക്കുടിയിലേക്കുള്ള ഹൈവേ, അപ്പോൾ ആ വഴി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. NH കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ പറയുന്നത് ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടെന്ന്, അല്ലെ, ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് കരുതുന്നു അതിരപ്പള്ളിയിൽ. ഓക്കെ, അപ്പൊ അമ്മയ്ക്കുള്ള അറിവ് അതാണ്, മനസ്സിലായല്ലോ. അതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടം അമ്മയ്ക്ക് അറിയില്ല. അരുവികള്, കാട്, മല, അതാണ് അമ്മേരെ മനസ്സിലുള്ളത്. സിനിമ കണ്ടോടുകൂടി മനസ്സിലായി. അതെ, സിനിമ കണ്ടോട്ട് നമ്മൾ മനസ്സിലായത് അതിരപ്പള്ളിയിൽ വെള്ളച്ചാട്ടമല്ല, അരുവികളും കാടുകളും ഒക്കെയാണ് നമ്മൾ പറയുന്നത്. എനിക്കറിയില്ല, നമുക്ക് അച്ഛനോട് ചോദിച്ചു നോക്കാം. സെയിം ക്വസ്റ്റ്യൻ അച്ഛൻ്റെ അടുത്ത്. അപ്പൊ അച്ഛന് അതിരപ്പള്ളി പറയുമ്പോൾ അച്ഛന് എന്താ തോന്നുന്നത്? വലിയ വെള്ളച്ചാട്ടമാണ് അവിടെ മെയിനായിട്ട്. അപ്പൊ അച്ഛനറിയാം, അച്ഛൻ പോയിട്ടുണ്ട്? ഇല്ലല്ലോ, പോയിട്ടില്ലേ, പറഞ്ഞിട്ടുണ്ട്, പിന്നെ കണ്ടിട്ടുണ്ടല്ലോ, ടി വിയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അച്ഛന് വെള്ളച്ചാട്ടം അച്ഛനറിയാം. പക്ഷെ അമ്മയ്ക്ക് അവിടെ അരുവികളാണ്. അപ്പൊ അച്ഛന് വെള്ളച്ചാട്ടം, അമ്മയ്ക്ക് അരുവി കാണാനായിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചാലക്കുടിയിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് അതിരപ്പള്ളിക്കുള്ള വഴി എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിരപ്പള്ളി എന്തായാലും ഈ ഒരു റെയിൻ കോട്ട് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ 3 നാൾക്ക് വേണ്ടിയുള്ള റെയിൻ കോട്ട് വാങ്ങാനായിട്ട് ഇത് അച്ഛൻ പോവാണ്. പച്ച, അതുപോലെ തന്നെ ഒരു വെള്ള റെയിൻ കോട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതിരപ്പള്ളി റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അവിടെ ഒരു മല പോലെ എന്തോ ഉണ്ടല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ അതിരപ്പള്ളി റോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തോ ഒരു സംഭവം, അത് മലയല്ല, വലയിട്ടിരിക്കുന്നതാണ്. റംബൂട്ടാന് വലയിട്ടിരിക്കുന്നു ഗൈസ്. നമ്മളെ പോകുന്ന വഴിക്ക് വെറ്റിലപ്പാറപ്പാലം, അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം ഞങ്ങൾ കണ്ടു. അപ്പോൾ അവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഇതാ ഗൈസ്, വെറ്റിലപ്പാറപ്പാലം ഗൈസ്. അപ്പോൾ അച്ഛനമ്മിതെ മഴ പെയ്യാൻ പോകണ്ടേ, അപ്പോൾ ഒരുങ്ങാണ്. റെയിൻകോട്ട് എങ്ങനെയുണ്ട്? പച്ചയും മഞ്ഞയും മേലൊക്കെ ആയിട്ട്. കണ്ടില്ലേ, അമ്മയ്ക്ക് ഇവിടുത്തെ എല്ലാ ഏരിയ അറിയാം. അതുകൊണ്ട് അമ്മ ആയതിന് ഓടി. അച്ഛനും ഞാനും ഇതായി ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ എങ്ങനെയാ വണ്ടി നിർത്തിയാൽ മതി, പിന്നെ ഇറങ്ങി ഓടും. ഇതാണ് പ്രകൃതി എന്ന് പറയുന്നത്. കോടയൊക്കെ പറക്കണം, കോടയൊക്കെ പറക്കണം. നോക്കിയേ, എന്ത് രസം നോക്കിയേ.
ഇത് അതിരപ്പള്ളി പോണ വഴിക്കുള്ള സ്ഥലം തന്നെയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇറങ്ങാൻ കാത്തിരുന്ന പോലെ നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ. അച്ഛാ അമ്മ ഭയങ്കര മഴ. പോവാന്നാ അവ കാണാൻ വന്നല്ലോ നമ്മള്. അങ്ങോട്ട് പോവാ. അപ്പൊ ആസ്വദിക്കും ഇതൊക്കെ. ഇതൊക്കെ ഇപ്പോഴല്ലേ കാണും, ലൈഫിൽ ഇപ്പോഴല്ലേ അമ്മ കാണുന്നത്. ഗൈസ് ചങ്ങാടൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ചങ്ങാടൊക്കെ വെച്ചിട്ടുണ്ട്. കൊള്ളാം ഗൈസ്. എന്ത് നല്ല മഴയായി ഗൈസ്. ശരിക്കും പറഞ്ഞാൽ മഴയത്താണ് കേട്ടോ ഈ ഭാഗങ്ങളൊക്കെ കൂടുതൽ സൗന്ദര്യം. മഴയത്ത് ആസ്വദിക്കുമ്പോൾ രസമുണ്ട്. ഇനി എന്താ പ്രതീക്ഷിക്കണേ? വെള്ളച്ചാട്ടം കാണാനായിട്ട്. അമ്മ പറഞ്ഞിട്ട് അരുവി. ഇത് അരുവി എത്തി. അമ്മ അരുവി ഇതേട്ടോ. ഇനി അമ്മ പ്രതീക്ഷിക്കാതെ എന്നിട്ടുള്ള അവിടെ ഏതറിയോ? ശരിക്കും പറഞ്ഞാൽ അതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടം കാണാൻ എല്ലാവരും പോകുന്നത്. മനസ്സിലായ? അല്ലാണ്ട് ഇവിടെയുള്ള അരുവി കാണാൻ വേണ്ടി വരുന്നല്ല. അമ്മ പറഞ്ഞത് മല കാട് ഒക്കെ കണ്ടില്ലേ? ഇപ്പൊ വരുന്ന വഴിക്ക് മലയും കാടൊക്കെ അമ്മ കാണണ്ടായിരുന്നു. ഗൈസ് ഇപ്പൊ ഇവിടുത്തെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാലത്തിന്റെ അവിടുത്തെ ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച കാണാനായിട്ട് ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. വേറൊരാളില്ല ഇവിടെ. ഗൈസ് ഇവിടെ അതേപ്പള്ളി ഭാഗത്തൊക്കെ നിറച്ച് പനകൾ. സാധാ പനകൾ തന്നെയാണ്. നല്ല രസമുണ്ട് ഗൈസ്. അമ്മ ഓടി കയറി. അപ്പോൾ നമ്മളെ പോകാനായിട്ട് അതിരപ്പള്ളിക്ക് യാത്ര തിരികെയാണ്. ഗൈസ് നല്ല മഴയായി ഗൈസ്. വഴിയിൽ അല്ലെങ്കിൽ കുഴപ്പമില്ല, യാത്ര അടിപൊളിയായിട്ട് പോണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ അതിരപ്പള്ളിയിലെ വാട്ടർഫാൾസ് കാണുന്ന ഒരു വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട്. ഞാൻ ഭാഗം കാണിച്ചു തരാം. അതിരപ്പള്ളി വെള്ളച്ചാട്ടം അച്ഛനമ്മ ആദ്യമായിട്ട് കാണാണ്. അതിരപ്പള്ളിയിലെ ഒരു വ്യൂ പോയിന്റാണ്. നമുക്ക് അടുത്തേക്ക് പോകാം. എൻ്റെ താഴത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അതിരപ്പള്ളിയിൽ ആ വെള്ളം വീണ ഭാഗമില്ല, എൻ്റെ താഴത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അവിടെ നോക്കിക്കോ. ഗൈസ് അങ്ങനെ നമ്മൾ സ്വന്തം വാഹനത്തിൽ അതിരപ്പള്ളി എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ആ വീഡിയോയിൽ നിൽക്കുന്ന ചേച്ചി വന്ന് പറഞ്ഞു ഇവിടെ കുരങ്ങന്മാരെ ശല്യമുണ്ട്. അപ്പോൾ ഭക്ഷണങ്ങളൊന്നും വണ്ടിയിൽ വെച്ച് പോകണ്ട, കുരങ്ങന്മാർ വന്ന് എടുത്ത് കളയുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ തീരുമാനിച്ചു. ഭക്ഷണം കഴിക്കാൻ പോവാണ്. അച്ചാറ്, സാമ്പാർ, ചിക്കനില്ലല്ലേ? അപ്പോൾ അച്ചാറും സാമ്പാറും ചോറാണ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിച്ചു, ഞങ്ങൾ ഇറങ്ങി. ഇനി നമുക്ക് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് അടുത്തേക്ക് പോവാം. ഓക്കെ 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 ഗൈസ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ നടക്കാണ് ആ വഴി കൂടെ. അച്ഛനവിടെ ഹായ് കൊടുത്തോ. ഹായ് ഗൈസ്. ഇപ്പോൾ നല്ലൊരു ഇറക്കുണ്ട്. പക്ഷേ പോയി വരുമ്പോൾ ഇതൊക്കെ ഒരു കയറ്റായി മാറും. അത് ഓർക്കുമ്പോൾ ചെറിയ വിഷമമുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു അതിഥീനെ കണ്ടു. നമ്മൾ ആദ്യത്തെ അതിഥി ഇപ്പോൾ അമ്മതെ കുരങ്ങിനെ കണ്ടിട്ട് ഞെട്ടി നിൽക്കാണ്. തൊട്ടപ്പുറത്ത് ഇത്ര വലിയ വെള്ളച്ചാട്ടം ഉണ്ട്, അത് ശ്രദ്ധിക്കണില്ലേ? കുരങ്ങിനെ നോക്കിക്കണം. നോക്കിയാൽ ഈ കുത്തിനുള്ള ഈ ഇറക്കം ഇത്തിരി സീനാണ്. അതുകൊണ്ട് ഞങ്ങൾ പിടിച്ചിറങ്ങണം. ഈ ഇറക്കം ഇത്തിരി സീനുണ്ട്. ഞങ്ങൾ കൈ പിടിച്ചിറങ്ങുന്നുണ്ട്. ഓക്കെ. ഗൈസ്
കൊരങ്ങന്മാരെ കണ്ട് അന്തം വിട്ട് നിൽക്കണം. ഗൈസ് അച്ഛൻ കൊരങ്ങന്മാരെ എടുത്തേക്ക് അച്ഛൻ പോകുന്നുണ്ട്. എന്തുണ്ടാവും നോക്കാം. ഒരു മിനിറ്റ്. ഏണ്ടമ്മ കൊരങ്ങന്മാരൊക്കെ ഏണ്ടമ്മേ. ഒയ്യോ കുഞ്ഞു കൊരങ്ങൻ, കുട്ടി കൊരങ്ങന്മാര്. അമ്മ കൊരങ്ങന്മാരെ കണ്ട് പേടിച്ചേക്ക. കൊരങ്ങ സീനാക്കുണ്ട്. പേടിച്ച് വീഴണ്ടാ. വാ അപ്പോ കൊരങ്ങനെ കണ്ട് പേടിച്ചിട്ട് അമ്മക്ക് വരാൻ പറ്റുന്നില്ലേ. അങ്ങനെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം അച്ഛനമ്മയും കണ്ടു. അതിരപ്പള്ളി വെള്ളച്ചാട്ടം. നമുക്ക് ഇനി അതിരപ്പള്ളി വെള്ളച്ചാട്ടം താഴോട്ട്, അതായത് ആ വന്ന് പതിക്കണ സ്ഥലത്ത് അവിടേക്ക് നമ്മൾ പോവാണ്. ഇപ്പോൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. ഇപ്പം അമ്മ നേരത്തെ പറഞ്ഞ അരുവി അരുവിയാണ് വന്നാണ് ഇപ്പോൾ. അപ്പോ അതിരപ്പള്ളി അരുവിയെ പറ്റി 2 വാക്ക് ഒന്നും പറയല്ലേ. നല്ല എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണ് ഇപ്പൊ എന്ത് പറയണ്? സൂപ്പർ ആയിട്ടുണ്ടാ? നല്ല ചൂടുണ്ട് അല്ലേ? വെള്ളച്ചാട്ടം എങ്ങനെയുണ്ട്? നമുക്ക് ഞാൻ അടിയിലേക്ക് പോവാം അല്ലേ? ഓക്കെ പോവാം. ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചെറിയൊരു കാറ്റും കിട്ടിയിട്ടുണ്ട്. നടക്കുക. ആ കാറ്റോട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഗൈസ്, അപ്പോൾ നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങാണ്. എങ്ങനെയുണ്ട്? ഈ സഞ്ചി പിടിച്ച് പോകുമ്പോഴേ റേഷൻ കടയിലേക്ക് മണം വാങ്ങാൻ പോണ പോലെ ഉണ്ട്. ആ അല്ലേ, കുറച്ചേയും വിടാം നമുക്ക്. നമുക്ക് ആവശ്യം വരും. തിരിച്ചു വരുമ്പോഴേ നമുക്ക് ആവശ്യം വരും. ഈ ഇറക്കത്തെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. ഒരു മൂളൽ കേൾക്കണില്ലേ? ആ വെള്ളത്തിന് ശബ്ദമാണ് കേൾക്കുന്നത്. അവിടെയാണ് വെള്ളം. ആ വെള്ളച്ചാട്ടത്തിന് ശബ്ദമാണ് കേൾക്കുന്നത്, ആ മൂളൽ. അച്ഛനമ്മ അവിടെ പേടിച്ചിട്ട് പതുക്കെ നടന്ന് വരുന്നുണ്ട്. അമ്മയോ ആ ടോപ്പിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇവിടത്തോളം എത്തിയിട്ടുള്ളൂ. ഇനിയും ഇങ്ങനെ ഇതുപോലെ ഇറങ്ങി ഇത് താഴോട്ട് കണ്ടില്ലേ, അത്ര വരെ പോകണം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ താഴോട്ട് എത്താറായിട്ടുണ്ട്. നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ കയറേണ്ട കാര്യം ഓർക്കുമ്പോൾ ചെറിയ വിഷമമുണ്ട്. ഓക്കെ ഗൈസ്, അവിടെ നിന്നാണ് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇവിടത്തോളം എത്തിയത്. ഇപ്പോൾ ഇറങ്ങി അമ്മ, ഞാൻ പറഞ്ഞില്ലേ അമ്മ ഒറ്റയ്ക്ക് പോകും. അമ്മ അങ്ങനെയാ നേരത്തെ പോയത് കണ്ടില്ലേ, അതായത് അമ്മ ഒറ്റയ്ക്ക് പോകണം. അമ്മയ്ക്ക് എല്ലാം അറിയാം, അവിടെ എല്ലാം പരിചയമുണ്ട് അമ്മയ്ക്ക്. റെഡി ആവാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് അച്ഛനമ്മ റെഡി ആവാണ്. ഇച്ചിരി കഷ്ടപ്പാടുണ്ട്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനടുത്ത് ഗായ്സ്, അച്ഛനമ്മയും അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ താഴെ വന്നു. ഗായ്സ് ഒരുപാട് സന്തോഷം.
തൊട്ടുപുറത്ത് അതിരപ്പള്ളി. ഒരുപാട് സന്തോഷം. അമ്മ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടിട്ട് എന്ത് പറയണേ? നല്ല സുഖം. കണ്ണിലേക്കൊക്കെ വെള്ളം പോയിട്ട് നിൽക്കാൻ പറ്റില്ല. അച്ഛാ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. ഇഷ്ടംപോലെ കിട്ടുന്നു പോയി എനിക്ക് വെള്ളം. എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം? അമ്മന അരുവി എങ്ങനെയുണ്ട്? അരുവി അരുവി നല്ല അരുവി. അതിരപ്പള്ളി അരുവി എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. നല്ലതാ. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ലായിരുന്നു. അമ്മ അരുവി 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 ഇതേതാണ് അരുവി അമ്മേരെ. ഇവിടെ എന്ന് പറയുന്നത് ഇങ്ങനെ മഴ പെയ്യണേക്കാളും വേഗത്തിലാണ് ഈ വെള്ളച്ചാട്ടം പതിക്കണ ഭാഗത്തുനിന്ന് തെറിക്കണ വെള്ളം. എന്താ പറയാ, വല്ലാത്തൊരു ഫീലാണ്. അതിരപ്പള്ളി വന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഗംഭീര എക്സ്പീരിയൻസ് ആണ്. അതിന് അച്ഛനും അമ്മയും ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ അത് ആദ്യമായിട്ട് കാണുന്നത് അത് അടിപൊളിയായി. വളരെ ഹാപ്പിയാണ്. ഒരുപാട് സന്തോഷം. ഹാപ്പി അല്ലേ? ഹാപ്പി ആയില്ലേ? ഹാപ്പി. കണ്ടില്ലേ ആ ശീതന അടിക്കണണ്ട? അങ്ങനെ ശീതന അടിച്ചിട്ട് ഇങ്ങനെ വരാണ്. അപ്പോൾ ക്യാമറ അങ്ങോട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഇത് വെള്ളത്തിൽ മുങ്ങി പോണ് ക്യാമറ ലെൻസ്. ആ മൊത്തത്തിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല അങ്ങനെ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊരു പൊള്ളി അനുഭവമാണ്. നിങ്ങളെല്ലാവരും കൂടി വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഇപ്പോൾ കാണിച്ചു തരാം. അതിരപ്പള്ളി ഒന്നുകൂടി കാണിച്ചു തരാം. അതിരപ്പള്ളി കാമോ എന്താണ് അതിരപ്പള്ളി ഗംഭീരം. അമ്മ അച്ഛാ എടോ നോക്കിയേ, അത് നോക്കുന്നോ? നമുക്ക് ഈ കയറ്റം കയറണം. അതാണ് നമ്മുടെ ടാസ്ക്. ഈ കണ്ട കയറ്റം കയറണം. അപ്പം അങ്ങോട്ട് പോവാം. ഓക്കെ. അമ്മ നടന്നെത്തി, അച്ഛൻ നടന്നുകൊണ്ടിരിക്കണ്. അങ്ങനെ അച്ഛനെന്തേ കോട്ട് കീറിയില്ലേ? കോട്ട് കീറി. ഗൈസ് അപ്പോൾ ആ കയറ്റം കയറിയിട്ട് ഞങ്ങളെത്തി. അമ്മ എക്സ്പീരിയൻസ് പറ. അച്ഛാ ഞാനാ ഗൈസ്. അപ്പോൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ട് ഞങ്ങൾ ഇറങ്ങി. ഇന്ന് നമ്മൾ വാഴച്ചാൽ കാണാൻ പോവാണ്. അതിനുശേഷം ചാർപ്പ. അപ്പോൾ അതും കൂടി നമുക്ക് കാണിച്ചു തരാം. കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ചാർപ്പ വെള്ളച്ചാട്ടം അതിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഗൈസ് ചാർപ്പ വെള്ളച്ചാട്ടം. മമ്മി അപ്പോൾ അതിരപ്പള്ളിയിലത്തെ ചാർപ്പ ഈ വെള്ളച്ചാട്ടം എന്ന് പറയുന്നു. ചാർപ്പ ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് ഒരു അതിഥി. ഗൈസ്
ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ അതിരപ്പള്ളി വാഴച്ചാൽ എത്തിയിട്ടുണ്ട്. അതായത് ആ സെയിം ടിക്കറ്റ് തന്നെ മതി, അവിടെ എടുത്ത ആ സെയിം ടിക്കറ്റ് തന്നെ മതി ഇവിടേക്കും. അപ്പോൾ നമ്മൾ വാഴച്ചാൽ എത്തിയിട്ടുണ്ട്, നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഗായ്സ്, ഇതാണ് അതിരപ്പള്ളി വാഴച്ചാൽ. അമ്മ, ഇതാണ് അമ്മ പറഞ്ഞ അരുവി. ആഹാ, കാട്, മല, അരുവി. ഗായ്സ്, അപ്പോൾ നമ്മൾ അതിരപ്പള്ളി വാഴച്ചാലെത്തിരിക്കുകയാണ്. അപ്പോൾ വാഴച്ചാലിന് പറ്റിയിട്ട് 2 വാക്ക്. വാഴച്ചാൽ സൂപ്പർ അടിപൊളി. അപ്പോൾ അതിരപ്പള്ളി വാഴച്ചാലിൽ അതായത് അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ നടന്ന് നമുക്ക് ഇവിടുത്തെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാം. അപ്പോൾ അച്ഛനമ്മ നടക്കുന്നുണ്ട്, കൂടെ ഞാൻ നടക്കുന്നു. വാട്ടച്ചാല് കണ്ണിൽ പോവാണ്. യു അഗൈൻ. ഗൈസ്, അപ്പോൾ അതിരപ്പള്ളി വാഴച്ചാലിൻ്റെ അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് എന്നുണ്ട്. പുഴ അവിടെ നിന്നുണ്ട്, പക്ഷേ കണ്ട ഇവിടെ ശാന്തമായിട്ട് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോയാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു വലിയൊരു വെള്ളച്ചാട്ടം, അതിരപ്പള്ളി വെള്ളച്ചാട്ടം ആയി മാറുന്നത്. അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ പുഴ എന്നാണ് തോന്നുന്നത്. എനിക്ക് വലിയ ഉറപ്പില്ല, അങ്ങനെ തന്നെയാണ്. അതെ, അതിരപ്പള്ളി വാഴച്ചാലും കഴിഞ്ഞു. ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം. അങ്ങനെ നടന്ന് ക്ഷീണിതപ്പെട്ട് ഒരു ബോണ്ടും ഒരു പരിപ്പുവടയും വാങ്ങി ചായ കുടിക്കുകയാണ്. ഗൈസ്, അപ്പോൾ ഇനി വാഴച്ചാൽ കണ്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ മഴ പെയ്ത് തുടങ്ങി. ഇവിടുത്തെ അന്തരീക്ഷം കാണുമ്പോൾ ഏകദേശം ഒരു വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആയ ഫീലൊക്കെ വരുന്നുണ്ട്. പക്ഷേ സമയം ഇപ്പോൾ ഒരു 4 മണിയോടെ എടുക്കണമല്ലോ. നല്ല മഴയുണ്ട് ഗൈസ്, നല്ല മഴ പെയ്യുന്നുണ്ട്. മഴയത്ത് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കി വിശേഷങ്ങൾ ഇനി വീട്ടിലെത്തിയിട്ട് പറയാം. ഈ ഏരിയയിൽ റംബൂട്ടാൻ്റെ കാടാണ്. എല്ലാവരും വീട്ടിലും, ഏരിയയിലത്തെ എല്ലാവരും വീട്ടിലും, അതിരപ്പള്ളി പോണ ഈ വഴിയിൽ എല്ലാവരും വീട്ടിലും ഒരു റംബൂട്ടാൻ്റെ മരങ്ങൾ നിൽക്കുന്നുണ്ട്. അത് വലയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗൈസ്, നോക്ക്, റംബൂട്ടാൻ്റെ കാട് തന്നെ, റംബൂട്ടാൻ്റെ കാടാണ് ഇവിടെ എല്ലാവരും വീട്ടിലും. അപ്പുറത്തെ കാണില്ലേ, ഇവിടെ കണ്ടില്ലേ, ഈ റൈറ്റ് സൈഡിലായിട്ടും ഇങ്ങനെ വലയിട്ട് വെച്ചിട്ടുണ്ട്. ഗായ്സ്, അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അച്ഛൻ അമ്മയുടെ വീട്ടിൽ കയറിപ്പോയി. അപ്പോൾ ഒരുപാട് നല്ല എക്സ്പീരിയൻസ്, ഒരുപാട് നല്ല അനുഭവങ്ങൾ, രണ്ടും തന്നെ ഒരുപാട് കാഴ്ചകൾ. ഇപ്പോൾ റംബൂട്ടാൻ്റെ കാട് ഇതൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. വലിയ വെള്ളച്ചാട്ടം അറിയാലോ, വെള്ളച്ചാട്ടം നല്ല രസമുണ്ടായിരുന്നു. ഞാൻ മുമ്പ് പോയിട്ടുണ്ട്, അച്ഛനും അമ്മയും ഇപ്പോഴാണ് കണ്ടത്. അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട്. അച്ഛൻ എന്താ പറയാനുള്ള? അടിപൊളി പരിപാടിയായിരുന്നു, സൂപ്പർ യാത്രയായിരുന്നു, പിന്നെ സൂപ്പർ അതൊന്നും പറയാനില്ല. അതന്നെ. അപ്പോൾ അമ്മ വീട്ടിലേക്ക് കയറി വന്നേനെ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ്, ഞങ്ങളുടെ ഫാമിലി വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യുക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.